ഹായ് ഹലോ, നമ്മുടെ വിങ്സ് അക്കാഡമിയിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 10 ക്വസ്റ്റ്യൻ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരിക്കും നമുക്ക് വരും കേട്ടോ. നോക്കോക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കിയടാ, ക്ലാസിഫൈ ദ സിറ്റുവേഷൻ ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ഏതാണ്, നോൺ യൂണിഫോം വെലോസിറ്റി ഏതാണ്? നമ്മൾ യൂണിഫോം വെലോസിറ്റിയുടെയും നോൺ യൂണിഫോം വെലോസിറ്റിയുടെ എന്തുണ്ട് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോ അതെന്തായാലും എന്ത് ചെയ്യുക, നോട്ടിൽ തുറന്നു നോക്കട്ടെ എല്ലാവരും. എന്നിട്ട് നോക്കണം, ആദ്യത്തെ സിറ്റുവേഷൻ മോഷൻ ഓഫ് സ്റ്റോൺ ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ്. അതായത് എന്താണ്, ഒരു സ്റ്റോൺ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ അടിക്കിടും. അപ്പോ അതിന്റെ മോഷൻ, അതായത് അത് പോണ വഴി, അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ വെലോസിറ്റി? വളരെ സിമ്പിൾ അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഇടുമ്പോ 0 വെലോസിറ്റി, ഇട്ട് കഴിയുമ്പോഴോ അടിക്ക് എത്തുന്തോറും കൂടി വരും. ഗ്രാവിറ്റേഷൻ പുള്ളുള്ള കാരണം എന്ത് പറ്റും, അടിക്ക് എത്തുന്തോറും സ്പീഡ് അഥവാ വെലോസിറ്റി കൂടി കൂടി വരും. അങ്ങനെ വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് നോൺ യൂണിഫോം ആണ് മക്കളെ, കേട്ടാ. അപ്പൊ എന്താടാ, നോൺ യൂണിഫോം ആണ്, നോൺ യൂണിഫോം വെലോസിറ്റി. ഞാൻ NUV ഇട്ടാണ്, അതായത് നോൺ യൂണിഫോം വെലോസിറ്റിയുടെ ഒരു ചെറിയ ഫോം, കേട്ടാ. ഇനി അടുത്ത് നോക്കണം, എ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം. വാക്വത്തിൽ കൂടെ എന്താണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ C എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചില്ലേ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ C = സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. എന്താണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത് എപ്പോഴെങ്കിലും മാറുമോ? ഇല്ല. അതെങ്ങനെയൊക്കെ വന്നാലും എന്തായിരിക്കുള്ളൂ, കോൺസ്റ്റന്റ് ആയിരിക്കുള്ളൂ. അങ്ങനെ ആ വെലോസിറ്റി മാറണില്ലെങ്കിൽ അതെന്താണ്, യൂണിഫോം ആണ്. യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി ആണ് UV എന്ന് എഴുതുന്നത്. ഇനി എ ബസ് സ്റ്റാർട്ട് ഫ്രം ബസ് സ്റ്റോപ്പ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ഏതാണ് ശ്രദ്ധിക്കുന്നതെന്ന് അറിയൂ, ബസ് ആദ്യം നിർത്തിയിട്ടേക്കല്ലേ, പിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ ആദ്യം 0 ആയിരുന്നു എന്ത് സ്പീഡ്, പിന്നെ എന്ത് ചെയ്ത് മാറി. അപ്പൊ സ്പീഡ് അഥവാ വെലോസിറ്റി ചേഞ്ച് ചെയ്യണില്ലേ, അതെന്താണ്, നോൺ യൂണിഫോം ആണ്, നോൺ യൂണിഫോം വെലോസിറ്റി. ഇനി നോക്കിയടാ, എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, അതായത് ഈ പോയിന്റ് ഇവിടെയും വരുള്ളൂ, ഡയറക്ഷൻ വരുള്ളൂ. ഈ സ്വിംഗിങ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ആണ്, കയറിപ്പോയതാണ് കേട്ടോ. അപ്പൊ നോക്കാം, ട്രെയിൻ എന്ത് ചെയ്യണ്, നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരേ ഡയറക്ഷനിൽ സെയിം സ്പീഡിൽ. അതെന്താണ്, യൂണിഫോം വെലോസിറ്റിയുടെ കണ്ടീഷൻ അല്ലേ? അതെ, കാരണം നേരത്തെ ബസ് നിർത്തിയിട്ടേക്കണെന്നാ പറഞ്ഞേക്കണം, എന്നിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അത് നോൺ യൂണിഫോമും, ഇത് ഓൾറെഡി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, അത് നേരെ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ബാക്കിക്കോ എന്ന് പറഞ്ഞാല് യൂണിഫോം അല്ല കേട്ടാ, നോൺ യൂണിഫോം ആണ്. അപ്പൊ ഇത് നേരെ പൊക്കോണ്ടിരിക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്, അത് യൂണിഫോം വെലോസിറ്റി ആണ്. നോക്കണം, അപ്പൊ ഇതെന്താണ്, യൂണിഫോം വെലോസിറ്റി. എടാ അടുത്ത പോയിന്റ് എന്താണ്, ഇവിടെ കയറിപ്പോയത് സ്വിംഗിങ് എ സ്വിംഗ്. അതായത് നമ്മൾ ഊഞ്ഞാലില്ലേ, ഊഞ്ഞാലാട്ടണതാണ് പറയണത്. ഊഞ്ഞാലാട്ടണം ആലോചിച്ച് നോക്കിയടാ, ആദ്യം ഫ്രണ്ടീക്ക് പിന്നെ ബാക്കിക്ക് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് വെലോസിറ്റിക്ക് എന്തുണ്ട് മക്കളെ, ഡയറക്ഷൻ ഉണ്ട് അല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ട്രെയിൻ നേരെ പോകുന്നത് പറഞ്ഞില്ലേ, ഇവിടെ എക്സ്ട്രാ എടുത്ത് പറഞ്ഞേക്കണ്ട, ട്രെയിൻ യൂണിഫോം സ്പീഡ് ഇൻ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മാത്രമേ അത് യൂണിഫോം ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ആ ട്രെയിൻ ബാക്കിക്ക് പോയി എന്ന് പറഞ്ഞാൽ യൂണിഫോം ആവില്ല, ഡയറക്ഷൻ മാറി. അതുപോലെ തന്നെ എന്താണ്, ഈ സ്വിംഗില്, അതായത് ഊഞ്ഞാലയില് മുന്നോട്ട് പോവും ബാക്കോട്ട് വരും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണില്ലേ, അതിന്റെ അർത്ഥം എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കേടാ, നോൺ യൂണിഫോം വെലോസിറ്റി. എടാ ഞാൻ ഇവിടെ എഴുതിയേക്കണത് സ്വിംഗിന്റെ, ഇവിടെ എഴുതിയേക്കണത് എന്തിന്റെ, ട്രെയിനിന്റെ ആണ്. മനസ്സിലായോ? ഇനി അടുത്ത പോയിന്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൌണ്ട് ദി എർത്ത്. അസുഖല്ലേ, അതായത് ഇതാണ് നമ്മുടെ എർത്ത്, അതിന് ചുറ്റും എന്തൊക്കെ ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട് മക്കളെ കുറെ. ഈ സാറ്റലൈറ്റ്സ്, അതായത് ഈ സാറ്റലൈറ്റ്സ് യൂണിഫോം ആണ് നോൺ യൂണിഫോം ആണ് പോണേ? ശരിക്കും പറഞ്ഞാല് ഇവരുടെ എന്താണ്, സ്പീഡ് സെയിം ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് എന്ത് ചെയ്യുക, അവര് കറങ്ങിക്കൊണ്ടിരിക്കുക, അതൊരിക്കലും മാറില്ല. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? സർക്കിളിലാണ് കറങ്ങണമെങ്കിൽ, അഥവാ നമ്മ വട്ടത്തിലാണ് പോണെങ്കിൽ എപ്പോഴും എന്ത് മാറിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സർക്കിൾ ആണ് നമ്മുടെ പാത്തെങ്കിൽ ഡയറക്ഷൻ ഓൾവേസ് ചേഞ്ചസ്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. പക്ഷെ അത് കറങ്ങുന്ന സ്പീഡ് ശരിക്കും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് അത് നോൺ യൂണിഫോം ആണ് കേട്ടോ. ഇത് മക്കൾ എന്താണ്,
നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. നോക്കണം, ഇത് ഭയങ്കര സുഖമാണ്. ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും നോക്ക്. കറക്റ്റ് ദ റോങ് ഡാറ്റ ഗിവൺ ബിലോ, റൈറ്റ് ദം ഡൗൺ. അതായത് ഇതില് വെക്ടർ ക്വാണ്ടിറ്റിയെ പറ്റി എഴുതിയിട്ടുണ്ട് 2 എണ്ണം, 2 പോയിന്റ് വെക്ടർ ക്വാണ്ടിറ്റിനെ പറ്റി. അടുത്തത് സ്കാലർ ക്വാണ്ടിറ്റിനെ പറ്റി 2 പോയിന്റ്. ഇതിൽ എവിടേക്കോ തെറ്റുണ്ട്, ആ തെറ്റ് നമ്മൾ തിരുത്തി എഴുതണം. വളരെ സിമ്പിൾ ആണ്. നോക്ക്, വെക്ടർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് അലോൺ ഈസ് മെൻഷൻഡ് ആണോ? വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ? അല്ല, വെക്ടറിന് എന്ത് നോക്കണം? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നോക്കണം, അല്ലേ? അപ്പോ ഇത് തെറ്റാണ്. അവിടെ എന്ത് എഴുതണം? ഇവിടെ ഞാൻ ഇതിങ്ങനെ എഴുതുന്നു, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇത് രണ്ടും എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. എന്നാൽ എന്ത് പറ്റുള്ളൂ? വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി വെക്ടറിന്റെ എക്സാമ്പിൾ ആണ് ആക്സിലറേഷൻ. അതെ, ആക്സിലറേഷൻ എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, കേട്ടാ? അപ്പോ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അത് നമ്മൾ തിരുത്തെഴുതിയില്ലേ? ഇനി സ്കാലാർ ക്വാണ്ടിറ്റി, മക്കളെ നോക്ക്, സ്കാലാർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വേണം? ഇവിടെ ഡയറക്ഷൻ ഈസ് നോട്ട് മെൻഷൻഡ്. അത് ശരിയല്ലേ? ഡയറക്ഷൻ മെൻഷൻ ചെയ്യണോ സ്കാലറിൽ? വേണ്ട. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ്. എടാ, സ്കാലർ ക്വാണ്ടിറ്റി ആണോ ഡിസ്പ്ലേസ്മെന്റ്? ഒരിക്കലും അല്ല. അല്ലല്ല, അതായത് ഡിസ്റ്റൻസ് ആണിത് മക്കളെ. സ്കാലാർ ക്വാണ്ടിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ആണ് സ്കാലാർ. ഡിസ്റ്റൻസിന് എന്ത് മാത്രം മതി? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഡിസ്പ്ലേസ്മെന്റ് എന്തും കൂടി വേണം? ഡയറക്ഷൻ വേണം. ഓക്കെ അല്ലേ? അപ്പോ ഈ ക്വസ്റ്റ്യനിൽ ഇത് തെറ്റായിരുന്നു, ഇത് തെറ്റായിരുന്നു, ഇത് രണ്ടും നമ്മൾ തിരുത്തി എഴുതി. ഇതാണ് അതിന്റെ ആൻസർ. കേട്ടോ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് നടക്കാം. നോക്കടാ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോണ 1-2 ക്വസ്റ്റ്യനിലെ ഏറ്റവും വലിയ കാര്യം ഗ്രാഫ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ടേബിൾ വരും. ഈ ടേബിൾ ആദ്യം ഗ്രാഫ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കഴിവ്. അത് നമുക്ക് ഓൾറെഡി ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ഗ്രാഫ് പെട്ടെന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ റഫ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. 3, 4, 5, 6, 7. ഇവിടെ 7 ഉണ്ട്. ഞാൻ 7 ഡിവൈഡ് ചെയ്യണേ. 1, 2, 3, 4, 5, 6, 7. 7 നോക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണ്? ടൈം ഞാൻ എന്ത് ചെയ്യണ്? അടിയിൽ കൊടുക്കണം. വെലോസിറ്റി എന്താണ്? മുകളിൽ കൊടുക്കുക. കണ്ട? എന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മാർക്ക് ചെയ്യണം. ടൈം നോക്കിയടാ, 0 സെക്കൻഡ്. അതായത് 0 സെക്കൻഡിൽ ഇട്ടാ ഇവിടെയാണ് 0 വരാം മക്കളെ. ഇതാണ് ഒറിജിൻ. ഇവിടെയാണ് 0 വരാം. 0 സെക്കൻഡിൽ നോക്കിയടാ, 0 സെക്കൻഡിലാണ് ആര് നിൽക്കണത്? വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത്. 0 സെക്കൻഡിലാണ് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ കേട്ടാ, മുകളിലല്ല 20. 0 സെക്കൻഡിലാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 5 സെക്കൻഡിൽ മക്കളെ, 5 സെക്കൻഡിൽ എവിടെ നിൽക്കണം? 25. അത് അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ചെയ്തുതരാം. 5, 10, 15, 20, 25, 30. പിന്നെ അവിടെ വരും 20, 25, 30, 30, 30, 25. അല്ല, 25, 20. ഓക്കെ, വെയിറ്റ്. എടാ, അത് വേണ്ടല്ലോ. 30 ഓൾറെഡി ഒരു പ്രാവശ്യം മാർക്ക് ചെയ്തില്ലേ? അത് മണ്ടത്തരാണ് കേട്ടോ. അങ്ങനെ ചെയ്യരുതിട്ടാ. ഞാൻ നോക്കടാ. ഇവിടെ 20, 25, 30. പിന്നെ അടുത്ത നോക്കിയടാ, 15-ലും 30ആണ്, 10-ലും 30ആണ്, 20-ലും 30ആണ്, അല്ലേ? അപ്പോ വെയിറ്റ് 20 വരച്ച്, 25 വരച്ച്, 30 വരച്ച്, വേണമെങ്കിൽ 35 കൂടി വരയ്ക്കാം. ഇരിക്കട്ടെ. നോക്കടാ ഇനി. ആദ്യം ആ ഗ്രാഫിൽ പറയണത് 0 സെക്കൻഡിൽ വെലോസിറ്റി 20 ആണ്. അപ്പൊ ഏകദേശം കറക്റ്റ് എവിടെയാണ്? 0 സെക്കൻഡിൽ 20 കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് ഇടണം. ഇവിടെ കേട്ടാ. ഇനി 5 സെക്കൻഡിൽ എന്താണ്? 25-ലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ അല്ലേ ഏകദേശം വരിക? ഇവിടെ അല്ലേ ഏകദേശം വരിക? 4 ചോദിക്കുക. 5-ൽ 20 കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ എവിടെയാണ്? 30-ൽ 10.
10 30. 10 എവിടെയാണ് 30? ഏകദേശം നേരെ ഡ്രോ ചെയ്താൽ ഇവിടെ വരും ഏകദേശം, അല്ലെ? അതുപോലെ തന്നെ അടുത്ത് നോക്കിയടാ, 15 30 തന്നെ. 15 എന്താണ്? 30 തന്നെ. ഈ 30 തന്നെയാണ് 15. 20 30 തന്നെ. ഇനി എവിടെയാണ്? 25 എത്രയാണ്? 25. 25 സെക്കൻഡിൽ എത്ര വെലോസിറ്റി ആയി? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നോക്കിയടാ, 30ലോ 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ തന്നെ 20 മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ അല്ലേ മാർക്ക് ചെയ്തേക്കണ, ഇവിടെ തന്നെ വരൂ കേട്ടാ. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യും. നോക്ക്, ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേടാ ഇതിങ്ങനെ കിട്ടും. കണ്ടോ? ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് ബേസിക്കലി ഇതിന് കിട്ടുക. അത് കറക്റ്റ് എന്ത് ചെയ്യുക? 0 20 5 25 10 30 15 30. ഇത് കറക്റ്റ് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്താൽ മതി. ഇത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടാണ് ഇത്ര റാൻഡം ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നോക്ക്, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ദ ടൈം ഇന്റർവൽ വിത്ത് നോ ആക്സലറേഷൻ? ആക്സലറേഷൻ ഇല്ലാത്ത ടൈം ഇന്റർവൽ ഏതാണ്? വളരെ സുഖം, ഇതല്ലേ? അതായത് 10 സെക്കൻഡ് ടു 20 സെക്കൻഡ് എന്തില്ല? ആക്സലറേഷൻ ഇല്ല. അറിയാലോ, കാരണം ഇവിടെ ഗ്രാഫ് ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട്. അതായത് വെലോസിറ്റി കൂടി വരുന്നുണ്ട്, ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി ഈ 10 സെക്കൻഡിൽ എന്താണ്? 30 തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണില്ല? ആക്സലറേറ്റ് ചെയ്യുന്നില്ല. അപ്പോ ഈ പോയിന്റ് ആൻസർ എന്താണ്? എ ക്വസ്റ്റിന്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ 10 സെക്കൻഡ് ടു എത്രയാണ്? 20 സെക്കൻഡ്. 10 സെക്കൻഡ് ടു 20 സെക്കൻഡ് എന്താണ്? ഈ ടൈം ഇന്റർവെല്ലിൽ ആക്സലറേഷൻ നടക്കുന്നില്ല, 30 തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ടൈം ഇന്റർവെൽ ഡീസലറേഷൻ ഹാപ്പൻസ്? എടാ, ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷന്റെ ഓപ്പോസിറ്റ്. സ്പീഡ് എന്ത് ചെയ്യണം? കുറഞ്ഞു വരണം. ഈ ഗ്രാഫില് ആദ്യം സ്പീഡ് ഇങ്ങനെ കൂടി വരും, പിന്നെ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ഇവിടെ നിന്ന് കുറഞ്ഞു വരും, അല്ലേ? സ്പീഡ് കുറഞ്ഞ ടൈം ഇന്റർവെൽ ഏതാണ്? 20 സെക്കൻഡ് ടു 30 സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡ് കുറഞ്ഞു വരികയാണ്. അതാണ് എന്ത്? ഡീസലറേഷൻ. അപ്പോ 20 സെക്കൻഡ് ടു 30 സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡ് കുറഞ്ഞു വരികയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സബ്ജക്ട് ഇൻ 30 സെക്കൻഡ്സ്. 30 സെക്കൻഡ് സഞ്ചരിച്ചിട്ടുണ്ട്, 30 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു? എടാ, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതായത് വി ടി ഗ്രാഫില് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ വെയിറ്റ്, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിന്റെ അടിയിലെ ഏരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാഫിന്റെ അടിയിലെ ഏരിയയാണ് മക്കൾ എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഏരിയ അങ്ങോട്ട് എടുത്താൽ പോരെ? സിമ്പിൾ അല്ലേ? നമ്മൊരു കാര്യം കട്ട് ചെയ്തെടുത്തോളാം. അതായത് ആദ്യം ഞാൻ ഈ മാർക്ക് ചെയ്യാം, ഇവന്റെ ഏരിയ അങ്ങോട്ട് എടുക്കണം. ഇതണ്ടാ, ഈ ട്രയാങ്കിൾ കണ്ടാ, ഇവന്റെ ഏരിയ എടുക്കണം, പിന്നെ ഇവന്റെ ഏരിയ എടുക്കണം, എന്നിട്ട് ലാസ്റ്റ് ഇതെടുത്താൽ മതി, അല്ലേ? ഇവന്റെ ഏരിയ എത്ര ആയിരിക്കും? ഇവിടെ ഒരു 10 ഉണ്ട്, മോളിക്ക് എത്ര ഉണ്ട്? 20 30, മോളിക്കും ഒരു 10 ഉണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ എങ്ങനെ വരും? ഇവിടക്ക് ഒരു 10 ഉണ്ട്, മോളിക്ക് ഒരു 10 ഉണ്ട്. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളും കൂടി ഉണ്ട്, ഇവിടക്ക് ഒരു 10 ഉണ്ട്, മോളിക്ക് ഒരു 10 ഉണ്ട്, അല്ലെ? ഇത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഇവിടെയും ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അല്ലേ മക്കളെ? അപ്പൊ എത്ര ഇവിടെ ആൻസർ? 10 × 10 ഒരെണ്ണം, പിന്നെ അതേപോലെ ഹാഫ് ചെയ്യുക. അപ്പോ 10 × 10 എത്ര വരും? 100 വരും. അതിന്റെ പകുതി 50 വരും, അല്ലെ? ഇത് 50 വരും, ഇവിടെയും എന്ത് വരും? 50 വരും. ഇനി ഈ ഒരു പോർഷൻ ഇല്ലടാ, ഈ ഒരു പോർഷൻ എന്താണ്? 10 ഇവിടേക്ക് 20. അപ്പൊ ഇത് ഇത്രയും ഭാഗം എത്രയാണ്? 10. ഇത്രയും ഭാഗം എത്രയാണ്? അതും 10, അല്ലേ? അപ്പൊ നല്ല ഇതും 10, ഇതും 10. അപ്പൊ ഇവിടുത്തെ ഏരിയ എത്ര വരും? 100 വരും, അല്ലേ? ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് വരാം. ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്താണ് മക്കളെ? ടോട്ടൽ ഏരിയ. ഇത് മൂന്നും കൂട്ടണം കേട്ടാ. അപ്പോ 50 + 50 + 100 എത്രടാ? 200, അല്ലെ? 200 ആണ്, 200 യൂണിറ്റ് ആണ് എന്ത്? ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ. അപ്പോ ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് എന്നിട്ട് ഇതിനെ 3 പാർട്ടാക്കി. ഒരു സ്ക്വയർ, 2 റെക്ടാങ്കിൾ, അല്ല 2 ട്രയാങ്കിൾ ആക്കി മാറ്റി കേട്ടാ. എന്നിട്ടാണ് അത് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാട്ടാ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? മക്കളെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചേക്കണം. നമുക്ക് 200 അല്ലേ കിട്ടിയത്? അപ്പോ 200 ആണെന്ത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. മീറ്റർ എന്ന് ഇടാം നമുക്ക്. ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് മീറ്റർ എന്ന് ഇടാം കേട്ടാ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇത് നമുക്ക് കുറച്ച് ഒരു സ്റ്റാർ ഇട്ടേ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് ദ ഒബ്ജക്ട് ഹാവ് യൂണിഫോം ആക്സലറേഷൻ? അതായത് ഇതിലെവിടെയാണ് ഒബ്ജക്റ്റിന് യൂണിഫോം ആക്സലറേഷൻ ഉള്ളത്? ആക്സലറേറ്റ് ചെയ്യണത് യൂണിഫോം ആയിട്ട് അതിങ്ങനെ കാണിക്കും. നമ്മൾ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാണിക്കും വെലോസിറ്റി ടൈം ഗ്രാഫിൽ. നോക്കിയടാ, ഇതാണ് എന്ത്? യൂണിഫോം ആക്സലറേഷൻ. അതിന്റെ അകത്ത് എന്താണ്? രണ്ടാമത്തെ ഫിഗർ ആണ് യൂണിഫോം ആക്സലറേഷൻ അല്ലെ? വെലോസിറ്റി യൂണിഫോം ആയിട്ടല്ലേ ഇൻക്രീസ് ചെയ്യണത്? അതാണ് യൂണിഫോം ആക്സലറേഷൻ. ഇനി അടുത്തതിൽ ഏതാണ്? യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എപ്പോഴും സെയിം ആയിരിക്കണം. സെയിം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. യൂണിഫോം ആക്സലറേഷൻ ഇങ്ങനെ കാണിക്കും. അതാണ് ഓർക്കേണ്ടത് കേട്ടാ. അപ്പോ വെലോസിറ്റി സെയിം ആയിരിക്കും. അതിന്റെ അർത്ഥം എങ്ങനെ പോകും? ഇതുണ്ടാ, ഇതായിരിക്കുള്ളൂ അല്ലേ? ഇനി ഡസ് ദ ഒബ്ജക്ട് ഹാവ് ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ? അതായത് ഈ ഒബ്ജക്റ്റിന് ആക്സലറേഷൻ നടക്കുന്നുണ്ട്, ഡീസലറേഷൻ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ടോ ഇവിടെ? ഉണ്ട്. എന്നോട് നോക്കിയടാ, ഈ പോയിന്റിൽ എന്താണ്? വെലോസിറ്റി കൂടല്ലേ? ഇവിടെ നിങ്ങോട്ട് കൂടുകയാണ് അല്ലെ? ജസ്റ്റ് ഇവിടെ നിന്ന് കുറയണില്ലേ? ഗ്രാഫ് നോക്കിട്ടാ, വെലോസിറ്റി ഇതാണ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഗ്രാഫിൽ ഇതിന് വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വന്ന് ജസ്റ്റ് ഒന്ന് കുറയണില്ലേ അടിക്ക്? അപ്പൊ എന്ത് പറ്റേണ്ടിയിരിക്കും പറഞ്ഞാല്? ആക്സലറേറ്റ് ചെയ്യാനുണ്ട്, ഡീസലറേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഫിഗർ 3യുടെ ആൻസർ എന്താണ്? അല്ല, ഫിഗർ 3 ആണ് എന്തിന്റെ ആൻസർ? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഏത് ഒബ്ജക്റ്റിനാണ് ആക്സലറേഷനും ഡീസലറേഷനും ഉള്ളത്? എടാ, വേറൊരു കാര്യം ശ്രദ്ധിക്കണോട്ടാ. ഇവിടെ വെലോസിറ്റിയും ഇവിടെ ടൈമും. ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം. ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം. ഈ ഗ്രാഫിൽ മാത്രമാണ് എന്ത് കറക്റ്റ്? ഈ സാധനം ഈ ഗ്രാഫിൽ തന്നെ വരയ്ക്കണം. അല്ലാണ്ട് ഇവിടെ ആക്സലറേഷൻ ഒക്കെ തന്നിട്ട് ഇത് യൂണിഫോം വെലോസിറ്റി ആണെന്ന് എഴുതി വെക്കരുത് കേട്ടാ. ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം എന്നാൽ മാത്രമേ അത് പ്രോപ്പർ ആവുള്ളൂ. ഇൻ കേസ് നോക്കിയടാ, ശ്രദ്ധിക്കട്ടാ. ഞാനിവിടെ ആക്സലറേഷനും ഇവിടെ ടൈമും കൊടുത്തില്ലേ? എന്നിട്ട് നോക്കിയടാ, ഞാൻ ഇങ്ങനെ വരച്ച്. ഇതിന്റെ അർത്ഥം എന്താണ്? യൂണിഫോം വെലോസിറ്റി എന്നാണോ? അല്ല, യൂണിഫോം ആക്സലറേഷൻ. എന്താണ് യൂണിഫോം ആക്സലറേഷൻ? കാരണം എന്താണ്? ഈ പോയിന്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഇപ്പോഴും എന്താണ്? ഇവിടെ സെയിം ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടാ. ഒരിക്കലും മറക്കരുത്. ഗ്രാഫിന്റെ സൈഡിലുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. വെലോസിറ്റി ആണോ, ആക്സലറേഷൻ ആണോ, ടൈം ആണോ? അതാണ്. വെലോസിറ്റി ടൈം ആണെങ്കിൽ ഈ പറയണതൊക്കെ ഈ ഗ്രാഫിൽ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ. മോഷൻ ഓഫ് എ കാർ ബി ആൻഡ് എ. ഒരു കാറിന്റെ വേറൊരു കാറിന്റെ എന്താണ് മോഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കുക. ആദ്യം നോക്കിയാടാ, വിച്ച് കാർ ഈസ് സ്റ്റാർട്ടഡ് ഫസ്റ്റ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് കാറാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? നമുക്കിവിടെ ഒരു കാർ ബി ഉണ്ട്, ഒരു കാർ എ ഉണ്ട് അല്ലെ? സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കാറിൽ ഏതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാല്, ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കുള്ളൂ അടുത്ത കാർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ തമ്മിലൊരു ടൈം ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു 7-8 സെക്കൻഡ് കഴിഞ്ഞിരിക്കില്ലേ ഇവ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഒരാള് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഏറ്റവും നേരത്തെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്താലും നോക്കിയാൽ മതി. നോക്കടാ, നോക്ക്. ടൈമില് ഇതാണ് ടൈം. ഇവിടെ ഈ കാർ എ കണ്ടാണ് 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. എവിടെ നിന്നാണ്? 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ കാർ ബി കണ്ടോ 8 സെക്കൻഡ് ആയിട്ട് തുടങ്ങണം. അതായത് ഈ കാർ തുടങ്ങിയിട്ട് 8 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലായ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ടൈമിന്റെ സെക്ഷൻ നോക്കാം. അതിൽ 0 ഇവിടെ അല്ലേ? 0-ൽ നിന്നാണ് ആര് സ്റ്റാർട്ട് ചെയ്യണത്? കാർ എ. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് കാർ എ. എന്നിട്ട് ടൈം
കുറച്ച് 2 സെക്കൻഡായി, 4 സെക്കൻഡായി, 6 സെക്കൻഡായി, 8 സെക്കൻഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് ഗ്രാഫ് ബിയുടെ തുടങ്ങിയേക്കുന്നത് കേട്ടാ. അപ്പൊ എന്റെ അർത്ഥം എന്താണ്? 8 സെക്കൻഡ് ആയിട്ടാണ് കാർ ബി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഏത് കാറാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഗ്രാഫ് ഒക്കെ പറഞ്ഞോളൂ. ആ ടൈം ഏറ്റവും സീറോയിൽ കിടക്കുന്നതാണ് എ അല്ലേ? അപ്പോ വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ് വെച്ചാൽ എന്ത് പറയും? കാർ എ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്ക് ടു അറ്റൈൻ ദ സെയിം സ്പീഡ് എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് കാറും പല സ്പീഡ് ഉണ്ട് നോക്കുമ്പോ, അതില് ഇവർ രണ്ടുപേരും ഒരു സ്പീഡ് എത്തിയിട്ടുണ്ട്. എന്താണ്? ഒരു സ്പീഡ് അല്ലെ? ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടേക്ക് ദ കാർ ടു ടേക്ക് അറ്റൈൻ സെയിം സ്പീഡ്? എത്ര സമയം എടുത്തു ചോദിക്കണം. എത്ര സമയം എടുത്ത് രണ്ട് കാറും ഒരേ സ്പീഡിൽ എത്താൻ? ഇവർ രണ്ടുപേരും രണ്ട് സ്പീഡിലാണ് തുടങ്ങിയേക്കണം നോക്കാം. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഒരേ സ്പീഡിൽ അവർ എത്തിയിട്ടുണ്ട്. അത് എവിടെ എത്തിക്കണം നോക്കിയടാ. ഇതെന്താ ഇവർ ക്രോസ് ചെയ്തേക്കണം കണ്ടാ. ഇവിടെയാണ് എന്താ അവർക്ക് ഒരു സ്പീഡ്. നോക്കിയേ, ഈ ഒരു സെക്കൻഡിൽ നോക്കിയടാ, 16ാമത്തെ സെക്കൻഡ് നോക്കാം. 16ാമത്തെ സെക്കൻഡ് ഞാൻ മുന്നേ മോളിലേക്ക് വരച്ചു കഴിഞ്ഞാല് നോക്ക്, ഈ ഗ്രാഫും ഇവിടെ മുട്ടി, കാർ എയുടെ ഗ്രാഫും ഇവിടെ മുട്ടി, കാർ ബിയുടെ ഗ്രാഫും ഇവിടെ മുട്ടി. നോക്കി ഇത് കണ്ട. 16ാമത്തെ സെക്കൻഡില് രണ്ട് കാറിനും രണ്ട് സ്പീഡാണ് അല്ലേ? അപ്പൊ നമ്മൾ എടുക്കുന്ന ഏത് സെക്കൻഡില് കാറിന്റെ സ്പീഡ് സെയിം ആവും, രണ്ട് കാറിന്റെ സ്പീഡ് സെയിം ആവും. ഈ പോയിന്റ് നോക്കിയടാ, ഞാൻ ഇതിപ്പോ ഇതണ്ട കണ്ട, ആ പോയിന്റിലാണ് എന്നിട്ട് സ്പീഡ് സെയിം ആണത് കണ്ട. രണ്ട് ഗ്രാഫും ഒന്നിച്ചല്ലേ വരണ. അവിടെ 40 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ആ സ്പീഡ് എത്ര സെക്കൻഡിലാണ് കിട്ടണത്? 12 സെക്കൻഡ്. ചിലപ്പോ അത് 14 ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, അത് സ്കെയിൽ കൊണ്ട് നിങ്ങൾ കറക്റ്റ് വരയ്ക്കുമ്പോ നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടും. എന്തായാലും നമുക്ക് ഐഡിയ കിട്ടിയാൽ മതി. ആ രണ്ട് ഗ്രാഫും കൂടി ചേർന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്താണ് എന്ത് സെയിം വെലോസിറ്റി ആവണത്. അത് ഏത് ടൈമിലാണെന്ന് അടിക്ക് വരച്ചാൽ കിട്ടും. ആ ടൈമാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പൊ എത്രയാണ്? ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടേക്ക് ടു അറ്റൈൻ സെയിം സ്പീഡ്? 14 സെക്കൻഡ് പിടിച്ചു എന്ത് സെയിം സ്പീഡിലേക്ക് എത്താനായിട്ട്. അപ്പോ 14 സെക്കൻഡ്സ്. 14 സെക്കൻഡ്സ്. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് കാർ പോസസ് മോർ ആക്സലറേഷൻ? വിച്ച് കാർ പോസസ് മോർ ആക്സലറേഷൻ? അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കടാ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. എടാ ഇവന്റെ ഗ്രാഫ് നോക്കി. അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പയ്യെ കൂടി, അതായത് 2 സെക്കൻഡില് 2 സെക്കൻഡില് എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ്, 6 സെക്കൻഡില് 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? തുടങ്ങിയ 6 സെക്കൻഡ് ആയപ്പോ 20 മീറ്റർ പെർ സെക്കൻഡ്. ശരിക്കും ഇവൻ ഇങ്ങനെ പയ്യെ കേറി വരെയാണ്. അതാണ് ഇങ്ങനെ പോണത്. ഇവൻ നോക്കിയടാ, ഇവൻ തുടങ്ങണതും എങ്ങോട്ടാണ് പോണ? നേരെ ഇതിങ്ങനെ കുത്തനെ മൂളി കയറല്ലേ അല്ലേ മക്കളെ? കുത്തനെന്തിനും മൂളി കയറാണ്. അപ്പൊ ആരായിരിക്കും കറക്റ്റ് ആക്സലറേഷൻ കൂടുതൽ? ഓൾറെഡി ഇവൻ മേലെ എത്തിയിട്ട ഹയസ്റ്റ് സ്പീഡിൽ എത്തിക്കണ ആരാണ്? കാർ ബി. കാറയുടെ ഹയസ്റ്റ് സ്പീഡ് എത്താണ്? 60. കാറയുടെ ഹയസ്റ്റ് സ്പീഡ് എത്താണ്? 60. കാർ ബിയുടെയോ 80 അല്ലേ? അപ്പോ ഏറ്റവും ഹയസ്റ്റ് എത്തിക്കണതും കാർ ബി ആണ്. കാർ ബി ആണ് എന്നിട്ട് ഏറ്റവും അവസാനം തുടങ്ങിയേക്കണത്, എന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് എത്തിക്കണത്. അപ്പൊ ആലോചിക്ക്, ഞാനിങ്ങനെ സ്പീഡ് പൊക്കോണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ബാക്കിൽ കൂടെ എന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നത്? കാർ ഓടിച്ചു തുടങ്ങണത്. പക്ഷെ എന്നെക്കാൾ സ്പീഡിൽ അവൻ എത്തി. അതിന്റെ അർത്ഥം അവൻ കൂടുതൽ ആക്സലറേറ്റ് ചെയ്തിരുന്നല്ലേ, പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്തിരുന്നല്ലേ. അത് തന്നെയാണ് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഗ്രാഫ് ഉണ്ടടാ, ഈ ഗ്രാഫ് കണ്ടാ മനസ്സിലാവണം. ഇവിടെ പോലെ അല്ലേ ഇത് നേരെ ഇങ്ങനെ വരച്ചേക്കുന്നു അല്ലേ? കുറച്ചും കൂടി ഇതിന് ചെരിവുണ്ട്, ഇതിനെന്താണ് ചെരിവ് കുറവുണ്ട് അല്ലേ? അപ്പൊ ആരാടാ? കാർ ബി ആണ് എന്ത് കൂടുതൽ ആക്സലറേഷൻ. കേട്ടോ? വിച്ച് കാർ ഹാസ് മോർ ഡിസ്പ്ലേസ്മെന്റ്? ഏത് കാറിനാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ്? ആദ്യം ഓരോ കാറിന്റെയും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് അറിയണം. അതിനെന്ത് ചെയ്യണം? കാർ എയുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിങ്ങനെ അടിക്ക് വരയ്ക്കണം. ഈ ഒരു എന്ത് ട്രയാങ്കിൾ കിട്ടിയില്ലേ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ടൈം ഗ്രാഫിലെ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? അത് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കാർ ബിയുടെ ഇങ്ങനെ അടിക്ക് വരയ്ക്കണം. കാർ ബിയുടെ അടിക്ക് വരയ്ക്കണം. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഇതിൽ ഏതിനാണോ ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ അതാണ് ആൻസർ അല്ലെ?
വളരെ സുഖമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംഭവം ജസ്റ്റ് ഒന്ന് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും മിക്കവാറും എന്തായിരിക്കും കാർ എ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ഇത് തടാ ഇവിടെ നിന്ന് 0 തൊട്ട് 20 വരെ ഉണ്ട്. കാർ എയുടെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് 20ഉം മൂളിക്ക് എത്ര ഉണ്ടാ, മൂളിക്ക് 60 ഉണ്ട്. ഇതിന്റെ ഏരിയ എടുത്താൽ ഹാഫ് പീച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ അടുത്തതിന്റെ ഏരിയ എടുക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണേ. ഇനി എടാ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പിക്ചർ ഉണ്ടാക്കുക. എന്തുണ്ടാക്കുക, പിക്ചർ ഉണ്ടാക്കുക. നോക്കുക, എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. എ കാർ ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ തന്നെ ആദ്യം തന്നെ എടുത്ത് എഴുതിക്കോളാം, എന്ത് 20യിലാണ് ഇപ്പൊ കോഡിരിക്കണത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 20. നോക്കോ, u 20. ഇനി ബ്രോട്ട് ടു റെസ്റ്റ് ബൈ അപ്ലൈങ് ബ്രേക്ക്. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്ത് റെസ്റ്റിലേക്ക് വന്നു, അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റിലേക്ക് വന്നു. അപ്പോ കാർ നിന്നു. അതിനകത്ത് ഫൈനൽ വെലോസിറ്റി എന്താണ്, 0. v എന്താടാ, 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നോക്കടാ, ദ യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് ദ കാർ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. അതായത് യൂണിഫോം ആക്സലറേഷൻ അഥവാ റിട്ടാർഡേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ആക്സലറേഷൻ. ബ്രേക്ക് പിടിക്കുമ്പോഴാണ് റിട്ടാർഡേഷൻ ഉണ്ടാവുന്നത്. അപ്പോ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, യൂണിഫോം റിട്ടാർഡേഷൻ ആണ്, എന്നിട്ട് അവർ 2 മീറ്റർ പെർ സെക്കൻഡ്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. എന്തിട്ട് കൊടുക്കണം, നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. റിട്ടാർഡേഷൻ എപ്പോഴും നെഗറ്റീവ് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരിക്കലും മറക്കരുത്. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യുക, നമുക്കറിയാം. ഈ വാല്യൂസിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അല്ല ഒരു ആൻസർ ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യനിൽ. ഹൗ ലോങ് ഡിഡ് ദ കാർ ടേക്ക് ടു കം ടു റെസ്റ്റ്. എന്തോരം ടൈം എടുത്തെന്ത് കാറിന് റെസ്റ്റിലേക്ക് എത്താൻ. നമ്മുടെ യു ഉണ്ട്, വി ഉണ്ട്, എ ഉണ്ട്, എസ് ആണ് ചോദിക്കുന്നത്. അതായത് നോക്കിയടാ, ഞാൻ ജസ്റ്റ് ഒന്നൊരു പിക്ചർ വരയ്ക്കണ്ട. കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം നേരെ. യൂണിഫോം വെലോസിറ്റി 20, ഫൈനൽ വെലോസിറ്റി 0, നെഗറ്റീവ് ആക്സലറേഷൻ -2. ഇത് എത്ര മീറ്റർ ആണെന്നാണ് അവർ ചോദിക്കണത്. അതായത് ഇവിടെ നിന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചു തുടങ്ങി, കുറഞ്ഞു വന്ന് ഇവിടെ നിന്ന് അല്ലേ. ആക്സലറേഷൻ അഥവാ റിട്ടാർഡേഷൻ നെഗറ്റീവ് -2. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെയും വരെ എടുത്ത് ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കാനായിട്ട്. അപ്പൊ ഇത് എത്ര ദൂരാണെന്നാ ചോദിക്കണേ, ഈ എന്തോരം ദൂരം എടുത്തുന്ന്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എസ്. കേട്ടാ, അപ്പൊ എന്ത് ചെയ്യാ, ഈ 4 എണ്ണമുള്ള ഇക്വേഷൻ ഏതാണ്, അതന്നെ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. നോക്കിയടാ, ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻ മോഷൻ വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നോക്കിയേ, ബി സ്ക്വയർ, ബി എന്താണ് 0 അല്ലേ. അപ്പൊ എന്താണ് 0 സ്ക്വയർ എന്താണ് 0 തന്നെ അല്ലേ. ഓക്കെ, യു സ്ക്വയർ 20 സ്ക്വയർ എന്താ 400 പ്ലസ് 2 ഇൻറ്റു എ എന്താണ് -2. മറക്കരുത് -2 കേട്ടാ. -2 ഇൻറ്റു എസ്. എസ് നമുക്കറിയില്ല, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടാ. നോക്കിയേ, ഞാൻ എന്ത് ചെയ്ത് ഈ 400 അപ്പുറത്ത് കൊണ്ടുപോകും. ഇത് പ്ലസ് അല്ലേ 400, ഇത് അപ്പുറത്ത് കൊണ്ടുപോകും മൈനസ് ആവൂലേ, -400 അല്ലേ. ഈക്വൽ ടു എന്തോരും അടെ ഈ -2 രണ്ടും കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടും, -2 രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടും -4 കിട്ടും. -4 എസ് എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാ, എസിനുള്ള ഒറ്റക്ക് എടുത്താ ഈ -4 ഇപ്പുറത്ത് കൊണ്ടുപോവാ. അതെന്താവും, ഡിവിഷൻ ആവും. -400 ഡിവൈഡഡ് ബൈ -4 ഈക്വൽ ടു എസ്. നോക്കിയടാ, ഈ മൈനസും മുകളിലത്തെ മൈനസും അടിയത്തെ മൈനസും വെട്ടിപ്പോയി. നോക്കി 100. എസ് എന്ന് പറഞ്ഞ എത്രയാണ്, 100 മീറ്റർ. കിട്ടിയില്ലേ, വളരെ സുഖമല്ലേ. നമ്മ എന്ത് ചെയ്ത്, വി എടുത്ത് യു എടുത്ത് എ എടുത്തൊക്കെ കറക്റ്റ് എഴുതി, എയുടെ ചിഹ്നം നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്ത് ഒരു പിക്ചർ ഞാൻ വരച്ച്
ഇവിടുന്ന് U20 ആയിരുന്നു, ഇവിടുന്ന് ബ്രേക്ക് പിടിച്ച് തുടങ്ങി ഇവിടുത്തെ നിന്ന് A equal to -2, S എത്ര എന്ന് ചോദിച്ചു. ആണ് നമ്മുടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ക S equal to 100 മീറ്റർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The perimeter of a track is 400 meter. ഇത് ഭയങ്കര സിമ്പിൾ സാധനം, വെറുതെ ലോജിക്കുള്ളൂ. പെരിമീറ്റർ ഓഫ് എ ട്രാക്ക് ഈസ് 400 മീറ്റർ. ട്രാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കൂടാ? റൗണ്ടിലായിരിക്കൂലേ? ആലോചിച്ചത് ഒളിമ്പിക് ഒക്കെ കണ്ടല്ലേ? ഇതേടാ പെരിമീറ്റർ 400 മീറ്റർ. An athlete can cover a full track in 15 seconds. ഇത് മൊത്തം ഇവൻ ഇവിടെ നിന്ന് തുടങ്ങിയാല് കറങ്ങി തിരിച്ചെത്താൻ എത്ര സെക്കൻഡ് മതി അവന്? 50 സെക്കൻഡ് ഫുൾ ട്രാക്ക് അല്ലെ? മൊത്തം കറങ്ങും 50 സെക്കൻഡില്. എന്താല്ലേ? ചോദിക്കാം. ഇതാണ് നമുക്ക് അറിയേണ്ടത്. വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ അത്ലറ്റ് ഇൻ 15 സെക്കൻഡ്സ്? 50 സെക്കൻഡില് എത്ര കവർ ചെയ്തിട്ടുണ്ടാവും? നീ തന്നെ പറഞ്ഞിട്ടില്ലേ, ഓൾറെഡി ഈ ട്രാക്ക് എത്രയാണ്? 400 മീറ്റർ ആണ് ചുറ്റളവ്. അവൻ 50 സെക്കൻഡ് കൊണ്ട് ട്രാക്ക് മൊത്തം ചുറ്റും. അതിന്റെ അകത്ത് 50 സെക്കൻഡ് അവൻ എത്ര ചുറ്റിയതാണ്? എ ക്വസ്റ്റിന് ആൻസർ എന്തായിരിക്കും അപ്പ? എ ക്വസ്റ്റിന് ആൻസർ എന്തായിരിക്കൂടാ? 50 സെക്കൻഡിൽ എത്ര ചുറ്റും? 400 മീറ്റർ. ബേസിക്കലി അത് ക്വസ്റ്റിനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഒരു ട്രാക്ക് അതിന്റെ ചുറ്റളവ് 400 മീറ്റർ. ഒരു അത്ലീറ്റിന് 50 സെക്കൻഡോട് അത് മൊത്തം ചുറ്റാൻ പറ്റും അല്ലേ? 50 സെക്കൻഡിൽ എന്തോ ചുറ്റി? ഒരു കറക്കം 400 മീറ്റർ. അതാണ് ചോദിച്ചേക്കണം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ അത്ലറ്റ് ഇൻ 15 സെക്കൻഡ്സ്? 400 മീറ്റേഴ്സ്. ഇനി അതേ ക്വസ്റ്റ്യൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ അത്ലറ്റ് ഇൻ 100 സെക്കൻഡ്സ്? 100 സെക്കൻഡില് അത്ലറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത്? ഡിസ്റ്റൻസ് അല്ല കേട്ടാ, ഡിസ്പ്ലേസ്മെന്റ്. എക്സ്ട്രാ മാർക്ക് ചെയ്തോളാം കേട്ടാ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? തുടക്കം നോക്കാം, അവസാനം നോക്കാം. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്ത്? 100 സെക്കൻഡാണ് ആൾ ഓടിയത്. 50 സെക്കൻഡ് ഓടിയാല് ഒരു കറക്കം. 50 സെക്കൻഡ് ഓടിയാല് ഒരു കറക്കം. അപ്പൊ 100 സെക്കൻഡ് ആണല്ലോ 2 കറക്കം അല്ലെ? അപ്പൊ ആലോചിക്കണം, 50 സെക്കൻഡിൽ ഇവിടെ തുടങ്ങി തിരിച്ചു ഇവിടേക്ക് എത്തി. 50 സെക്കൻഡ് ആയപ്പോ ഇനി 100 സെക്കൻഡ് ആകുമ്പോഴോ ഒന്നും കൂടെ അവിടെ തന്നെ തിരിച്ചെത്തും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇവിടെ തന്നെ, എൻഡിങ് ഇവിടെ തന്നെ. ഡിസ്പ്ലേസ്മെന്റ് എന്താവും? ഡിസ്പ്ലേസ്മെന്റ് എന്താ അവിടെ? S equal to 0. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? S equal to 0. അവിടെ ഒരു സാധനം കൂടി ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ അത്ലറ്റ് ഇൻ ദിസ് ടൈപ്പ്. നമ്മ ബി കോഴ്സിന്റെ ആദ്യത്തെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് എന്നിട്ട് എന്ത് ചെയ്ത് ഇപ്പൊ വെലോസിറ്റി ചോദിക്കണം. എടാ വെലോസിറ്റി ചോദിക്കുമ്പോ ഇക്വേഷൻ എടുത്തതാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എത്ര ഡിസ്പ്ലേസ്മെന്റ്? അത്രയും ഞാൻ ചോദിക്കണുള്ളൂ. 100 സെക്കൻഡ് ഓടിയപ്പോ അവരുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? 0 അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ടൈം എത്ര കൊടുത്താലും ആൻസർ എന്ത് വരുള്ളൂ? 0. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിലൊക്കെ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ അത്ലറ്റ് ഇൻ 100 സെക്കൻഡ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 0 എന്നാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ തുടങ്ങി 2 കറക്കം കറങ്ങി ഇവിടെ തന്നെ നിന്ന്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0. ഇനി അവന്റെ വെലോസിറ്റി എന്താന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ബൈ ടൈം. എത്ര കൊടുത്തിട്ടില്ല? ടൈം 100 ആണ്. അത് കൊടുത്തിട്ട് കാര്യമില്ല. 0 ബൈ എന്ത് ചെയ്താലും എന്തെന്നെ ഇട്ടുള്ളൂ? 0 ഇട്ടുള്ളൂ. അപ്പൊ വെലോസിറ്റി 0, ഡിസ്പ്ലേസ്മെന്റ് 0. കേട്ടാ? അതാണ് അതിന്റെ ആൻസർ. അപ്പൊ നോക്കിയടാ, വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു 0. മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വായിക്കാനുണ്ട്. അതായത് നോക്കണം, അത് പറയുന്നത് എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഗണ്ണിന്ന്, ഇതാണ് ഗണ്ണ്, ബുള്ളറ്റ് ഫയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെന്റൻസ് തുടങ്ങി. ഇനി വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഈസ് 80 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ബുള്ളറ്റ് ഫയർ ചെയ്തപ്പോ അതിന്റെ വെലോസിറ്റി എന്താണ്? 80 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ തുടക്കത്തെ വെലോസിറ്റി ആണ് 80. അപ്പൊ എന്താടാ? U ഈക്വൽ ടു എത്ര വരും? 80 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. വന്നില്ലേ? ഇനി നോക്കണം, ഇത് ഈ മരത്തിൽ കൊണ്ടടിക്കും. അടിച്ചില്ലേ? അടിക്കുമ്പോ സ്പീഡ് പയ്യെ കുറയൂലേ അതിന്റെ ഉള്ളിൽ പോകുമ്പോ? അപ്പൊ എന്താ? മരത്തിൽ കൊണ്ട് അടിച്ചിട്ട് നോക്കിയേ, ഇറ്റ് സ്റ്റാർട്ട് പെനട്രേറ്റിംഗ്. എടാ പെനട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മരത്തിനെ തുളച്ചു കയറുക. തുളച്ചു കയറിയിട്ട് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഓൺ പെനട്രേറ്റിംഗ് 8 സെന്റിമീറ്റർ. എടാ ഇറ്റ് കംസ് ടു റെസ്റ്റ്. ഇവിടെ റെസ്റ്റ് എന്നാട്ടാ. അത് ചിലപ്പോ കാണുന്നുണ്ടാവില്ല. അടുത്തേ ചെറുതാക്കി തരാം, നോട്ടെ.
പോട്ടെ, അത് റെസ്റ്റ് എന്നാണ്. ഓൺ പെനട്രേറ്റിംഗ് 8 സെന്റിമീറ്റർ. അതായത് ഇത് ബുള്ളറ്റ് ഫയർ ചെയ്ത് തുടക്കത്ത്, അതായത് ഫയർ ചെയ്തപ്പോ അതിന്റെ വെലോസിറ്റി 80 ആണ്. ഇനി ഫയർ ചെയ്തിട്ട് മരത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി, എന്നിട്ട് അത് 8 സെന്റിമീറ്റർ ഉള്ളിൽ കയറി. മരത്തിന്റെ ഉള്ളിലേക്ക് 8 സെന്റിമീറ്റർ കയറിയിട്ട് അവിടെ ചെന്ന് നിന്ന്. അപ്പൊ രണ്ട് കാര്യങ്ങളായിരുന്നു കിട്ടും. 8 സെന്റിമീറ്റർ ഉള്ളിൽ കയറി, അപ്പൊ എന്ത്, അതൊരു ഡിസ്റ്റൻസ് അല്ലേ, അല്ല ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് കൂട്ടിക്കും. അതെന്താണ്, 8 സെന്റിമീറ്റർ അല്ലേ. ഇനി ബുള്ളറ്റ് നിന്നില്ല മക്കളെ, ബുള്ളറ്റ് സ്റ്റോപ്പായി. അതിന്റെ അർത്ഥം എന്താണ്, വി, അതായത് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി വി ഈക്വൽ ടു എന്തോരോടാ, അല്ലേ. ബുള്ളറ്റ് വെടിവെച്ച് 80 തുടങ്ങി, 80 മീറ്റർ പെർ സെക്കൻഡിലാണ് ബുള്ളറ്റ് പോയി തുടങ്ങിയത്. എന്നിട്ടൊരു മരത്തിൽ കൊണ്ട് 8 സെന്റിമീറ്റർ ഉള്ളിലേക്ക് പോയി അവിടെ വെച്ച് ബുള്ളറ്റ് നിന്ന്. ഇതിൽ നമുക്ക് ഇത്രയും കിട്ടും കേട്ടാ. ഒരു കാര്യം മാത്രം എക്സ്ട്രാ പറയാനുള്ളൂ, 8 സെന്റിമീറ്ററിലാണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ വെലോസിറ്റി എപ്പോഴും മീറ്റർ പെർ സെക്കൻഡിലും, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്തിലും വേണം, മീറ്ററിലും വേണം. അപ്പൊ സെന്റിമീറ്റർ എന്ത് ചെയ്യാം, മീറ്റർ ആക്കാം. 8/100 മീറ്റർ. മക്കളെ 8 സെന്റിമീറ്ററിനെ ബൈ 100 ആക്കിയാൽ, ബൈ 100 എന്ന് എഴുതിയാൽ മീറ്ററായി. അതുപോലെ തന്നെ 10 സെന്റിമീറ്ററിനെ ബൈ 100 എന്ന് എഴുതിയാൽ എന്തായി, മീറ്ററായി. അത്രേ ഉള്ളൂ. ജസ്റ്റ് മീറ്ററിന് അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കണം. ഇനി ഇതിന് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദി ആക്സലറേഷൻ ഓഫ് ദ ബുള്ളറ്റ് വിത്തിൻ ദ ട്രെയിൻ. ആണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും സാധനങ്ങളിൽ നിന്ന് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്, ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. നോക്കിടാ, ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. ഈ ഇക്വേഷനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ദേ എടാ ഈ എ ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ടേ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഈക്വലിന് അപ്പുറം കൊണ്ടുപോവാം. നോക്കിയാലോ, നോക്കി എടാ, വി സ്ക്വയർ ഈ യു സ്ക്വയർ ഇപ്പുറത്ത് പോയി എന്താവും, ഇവിടെ പ്ലസ് അല്ലേ ഇത്, അപ്പുറത്ത് പോയി എന്താവും, മൈനസ് ആവും. മൈനസ് യു സ്ക്വയർ എന്നായി. എന്നിട്ട് നോക്കിയടാ, അത് ഈക്വൽ ടു എന്തായി, 2as എന്നായി. ഇനി ഈ എ ഇവിടെ നിർത്തിയിട്ട് എസിനെയും രണ്ടിനെയും അങ്ങോട്ട് കൊണ്ടുപോകാം. കാരണം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ 2ഉം അതുപോലെ തന്നെ എസും അപ്പുറത്ത് കൊണ്ടുപോകണം. എടാ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും, 2 ഇങ്ങോട്ട് വരും, എസ് ഇങ്ങോട്ട് വരും. ഡിവിഷൻ അല്ലേ ഉള്ളൂ. ഇപ്പൊ എന്താ ഉള്ളത്, ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ഈക്വൽ ടു എ എന്നായി. ഇനി എന്ത് ചെയ്യുക, ഇവന്മാരൊക്കെ എന്തിലിട്ട് കൊടുക്കുക, ഇതിലങ്ങ് ഇട്ട് കൊടുക്കുക. എന്തിട്ട് കൊടുക്കുക, ഇതിലങ്ങ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ആൻസർ കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കട്ടാ, ബി സ്ക്വയർ എത്ര, ഫൈനൽ വെലോസിറ്റി എത്രടാ, 0. ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 0. 0 സ്ക്വയർ എത്രടാ, 0. 0 മൈനസ് യു സ്ക്വയർ, എടാ യു സ്ക്വയർ എത്രയാണ്, 80 ആണ് യു. അങ്ങനെയാണെങ്കിൽ 80 സ്ക്വയർ എത്രയാണ്, 6400. എത്രയാണ്, 6400. 6400 ട്ടാ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ്. 2 ഇൻറ്റു എടാ എസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് നോക്കിയേ, 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പാറണ്ട, ഇല്ല, 8/100 മീറ്റർ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ ബൈ 100 ഇടണം കേട്ടാ. അപ്പൊ എന്നിട്ടോടാ 8/100 മീറ്റർ എന്നായി അല്ലേ. നോക്കിയടാ, ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ 8ഉം 64 വെട്ടിക്കൂടെ, 8ഉം 64 വെട്ടിക്കൂടെ മക്കളെ. 8 64 എത്ര പ്രാവശ്യം പോവും, 8 പ്രാവശ്യം പോവും. അപ്പൊ ഇവിടെ എത്ര, 800. ഇനി 2 800 പോവില്ലേ, എത്ര പോവും, 400 പോവും. ഇനി സൂക്ഷിക്കിട്ടാ, എടാ ഈ ബൈ അല്ലേ, അതായത് ഇതിന് ബൈ 8, 8ന്റെ ബൈ ആണ് 100. ഈ 100 എന്ത് ചെയ്യും, മുകളിലേക്ക് നേരെ പോകും. അത് ഏതാണേലും അങ്ങനെയാണ് കേട്ടാ. അതായത് നോക്കിയടാ, ഇപ്പോ 2/, ഒരു മിനിറ്റ്, എടാ നോക്കി, 2/4/100 ആണെന്ന് വിചാരിക്കും.
2/4/100 അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്താ പറയുക, ഈ 100 അങ്ങോട്ട് ഇങ്ങോട്ട് എത്തും. അപ്പൊ എന്ത് വരും? 2 × 100/4 എന്നാവൂട്ടാ. ഈ സെയിം സാധനമാണ് എന്ത് നമ്മ ഇവിടെ അപ്ലൈ ചെയ്യണത്. അതായത് ഇപ്പൊ എന്ത് ചെയ്ത് 8 64 വെട്ടി, പിന്നെ 2 800 വെട്ടി. ഇപ്പൊ എന്ത് ബാക്കിയുണ്ട്? 400 ബൈ ഇവിടെ ഒരു 1 ഉണ്ട് ബൈ 100 ഉണ്ട്. ഈ 100 മോളിക്ക് പോകണം. നോക്കിയടാ, അപ്പൊ മോളിക്ക് പോകുമ്പോ എന്താവും? 400 × 100 എന്നായി. പിന്നെ എടാ ഇവിടെ ഒരു മൈനസ് ഇല്ലേ മക്കളെ, ശ്രദ്ധിച്ചാ? വിട്ടുപോയി, അത് വിട്ടുപോകരുതിട്ടാ. അതായത് 0 - 6400 എന്നാണ്. 0 - 6400 ആണ്. ഇപ്പോഴും ആ മൈനസ് ഉണ്ട്. 0 മൈനസ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാ? 0 - 6400 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ആ 0 വെട്ടിക്കളഞ്ഞേക്ക്. 0 എന്ത് ചെയ്യാ? വെട്ടാം. മൈനസ് എത്രയുടെ വരാ? മൈനസ് 40,000. മൈനസ് എത്രടാ? 40,000. എന്തോരം വലുതാണത്. എന്താണത്? ആക്സലറേഷൻ അല്ലേ കണ്ടുപിടിച്ചേക്കണ. നോക്കിയടാ, ഇക്വേഷൻ ഇട്ടിട്ട് നമ്മ എന്ത് ചെയ്ത് ആക്സലറേഷൻ കണ്ടുപിടിച്ച്. ഞാൻ അത് ഹൈലൈറ്റ് ഇട്ടേക്കാം. കണ്ട, നമ്മുടെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ആക്സലറേഷൻ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഒരു സൈഡിലേക്ക് ഉണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്ത് ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വെട്ടിക്കളഞ്ഞ് 40,000 കിട്ടി. എന്താണ് 40,000? A equal to 40,000. A equal to -40,000 m/s². അത്രയും വലിയ ആക്സലറേഷൻ വേണ്ടേ? നെഗറ്റീവ് എന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? എടാ ഇവിടെ എന്താണ്? സ്പീഡ് കുറയല്ലേ? 80 എന്നുള്ളത് 0 ആവല്ലേ? അതാണ് എന്ത്? ആക്സലറേഷൻ നെഗറ്റീവ് ആവണത് കേട്ടാ. ശ്രദ്ധിക്കണം അവിടെ. ഇനി അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ നമുക്ക് കിട്ടി. ഇനി കാൽക്കുലേറ്റ് ദ ടൈം ഫോർ ദ പെനിട്രേഷൻ വിത്തിൻ ദ ട്രീ. കാൽക്കുലേറ്റ് ദ ടൈം ഫോർ ദ പെനിട്രേഷൻ വിത്തിൻ ദ ട്രീ. ടി ആണ് ചോദിക്കുന്നത്. എടാ ഇതെല്ലാവരും ഒന്ന് കോപ്പി ചെയ്ത് എന്നിട്ട് എനിക്കൊന്ന് വായിക്കട്ടെ. മൊത്തം വൃത്തിയായിട്ടിരിക്കല്ലേ. നോക്കണം. ടി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോ നമ്മുടെ വി ഇല്ലേ? V0, U 80, A എത്രയാണ്? -40,000. അത് നമുക്ക് നേരത്തെ ആൻസർ കിട്ടി. ഇനി ടി ആണ് അറിയേണ്ടത്. എസ് എത്രയാണ്? 8/100 മീറ്റർ. എടാ ഏത് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക? നോക്കിയൊന്ന്. V = U + AT കൊടുത്തൂടെ? V = U + AT അല്ലേ? V ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്, S ഉണ്ട്. നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടാ. അപ്പൊ ആലോചിക്കടാ, V എന്താണ്? 0 = U എന്താണ്? 80 പ്ലസ് A എന്താണ്? A എന്താടാ? -40,000. അപ്പൊ ആലോചിക്കണം, ഈ പ്ലസ് ആയിക്കോ എന്ത് ചെയ്യണം? മൈനസ് എന്ന് പറഞ്ഞോട്ടാ. മൈനസ് നോക്കടാ, -40,000 ഇൻറ്റു ടി. ശ്രദ്ധിക്കണം, നമ്മ U + AT വരും. U മൈനസ് ഇവിടെ 80 മൈനസ് എന്ന് വരാൻ കാരണം എന്താണ്? നമ്മുടെ ആക്സലേഷൻ എന്താണ്? -40,000 അല്ലേ? അപ്പൊ ആലോചിക്ക്, അപ്പൊ അവിടെ എന്ത് പറ്റും? U + AT എന്നാണെങ്കിൽ അവിടെ എന്ത് പറ്റും? 80 പ്ലസ് എന്നല്ല -40,000 വരും കേട്ടാ. അതിന് കാരണം എന്താണ്? നമ്മുടെ -40,000 ആണ്. പ്ലസ് ആയിരുന്നെങ്കിലോ ഇവിടെ കറക്റ്റ് പ്ലസ് തന്നെ ഇട്ട് പോകും കേട്ടാ. ഇനി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടീനോട് ഒറ്റ കൃത്യം മതി. ജസ്റ്റ് ഒന്ന് ആലോചിക്ക്. ഞാൻ ഈ 80 ഇപ്പുറത്തേക്ക് എടുക്കും. എപ്പുറത്തേക്ക്? ലെഫ്റ്റ് എടുക്കും. അപ്പൊ എനിക്ക് എത്ര കിട്ടോടാ? -80 കിട്ടും. +80 അല്ലേ? എന്തിട്ടാണ്? ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ -80 ഉണ്ടാവും. ഈക്വൽ ടു എത്രയാടാ? -40,000 ഇൻറ്റു ടി. -40,000 ഇൻറ്റു ടി. ടി ഒറ്റ കൃത്തുക. എന്ത് ചെയ്യുക? -40,000 ഇങ്ങോട്ട് കൂട്ടുക. -80 ബൈ -40,000 ഈക്വൽ ടു ടി. നോക്കിയേ, സിമ്പിൾ ആയിട്ടൊന്നും ചെയ്തറ. 0 0 വെട്ടിയില്ലേ? 2 നെഗറ്റീവ് ഉണ്ട്. മുകളിൽ അടിയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം.
മുകളിൽ മാത്രം നെഗറ്റീവ് ഉള്ളെങ്കിലോ വെട്ടിക്കളയാൻ പറഞ്ഞ ഇല്ല. മുകളിലും അടിയിലുണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഇതിന് എന്ത് ചെയ്യാം നോക്കടാ. 4 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. എത്രയായി? 2 ബൈ ഇവിടെ എത്ര വരും? ഒരു 1000 വരും. 2 1 500. നോക്കിയേ 1/500. 1/500 ആണോ ആൻസർ? ചെക്ക് ചെയ്യണോട്ടോ എല്ലാവരും ഒന്ന്. 1/500 അല്ലേ? -80 ബൈ -40,000 0 -2 1 500. ഓക്കെ, അതാണ് ആൻസർ. അതായത് 1/500 ആണ് എന്ത് ടൈം കേട്ടാ. എത്രയാണ്? 1/500 സെക്കൻഡ്. 1/500 സെക്കൻഡ് വളരെ ചെറിയ സെക്കൻഡ് ആണ്, ചെറിയൊരു ടൈമാണ് കേട്ടോ. ആ ടൈമാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇപ്പൊ ടൈം നമുക്ക് കിട്ടി. അതില് ഞാൻ എഴുതിയതുപോലെ എഴുതരുത്. എന്ത് ചെയ്യാ? ഇക്വേഷൻ എഴുതാം. ഇതൊക്കെ എഴുതാം. v = u + at എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് തരാം. എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതുപോലെ നോക്കിയടാ, ഇതുപോലെ എഴുതുക. രണ്ടാമത് ഇനി നമ്മ 80 ഇപ്പുറത്ത് കിട്ടും. ഇങ്ങനെ എഴുതി. പിന്നെ ഉമ്മാരെ ടി ഒറ്റക്കാക്കിയിട്ട് ഇതിങ്ങനെ എഴുതി വെട്ടി പോയിട്ടാ. ആ വെട്ടൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ജസ്റ്റ് ഇങ്ങനെ ഒറ്റക്ക് ചെയ്യാട്ടാ. -80 ബൈ -40,000. അവിടെ നോക്കിയാടാ, വെട്ടാൻ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഡൗട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതണ്ടാ 0 0 വെട്ടി. ഇനി എന്തുണ്ട്? ഇതേടാ 4 എത്ര 4000 എത്ര പ്രാവശ്യം പോവും? 1000 തവണ പോവും. 8ലോ 2 തവണ പോവും. ആ 2 ഒരു പ്രാവശ്യം, 1000 500 പ്രാവശ്യം. അങ്ങനെ ആൻസർ കിട്ടുന്നത്. വെട്ടിക്കുറയ്ക്കാൻ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ മര്യാദക്ക്. അപ്പോ ടൈം എത്രടാ? 1/500 സെക്കൻഡ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ആൻസർ കിട്ടുമ്പോൾ ഇത് തെറ്റായിരിക്കും. അല്ല, ഇതെന്താണ്? ശരിയായ ആൻസർ ആണ് കേട്ടോ. നോക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മൾ ഏകദേശം തീരാറായിട്ടാ. എടാ, ഇറ്റ് ഈസ് നോട്ട് സേഫ് for the pedestrians to walk on dark colored clothes at night in the condition with dim light. ഇവിടെ dim light എന്നുണ്ട്, കാണുന്നുണ്ടോ? എടാ കണ്ട? ആ റൈറ്റ് സൈഡിൽ കണ്ട? അല്ല, അവിടെ കണ്ട? dim light. The school authorities decided to choose dark colored uniform for your school. Record a response for the decision. എടാ, അതായത് ഇതൊരു നമ്മുടെ ലോജിക്ക് അപ്ലൈഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നോക്കിയടാ, നമ്മ എന്തിനാണ് പെഡസ്ട്രിയൻസ്, അതായത് കാൽനടക്കാര് റോഡിൽ കൂടെ പോവണം നോക്കാം. അപ്പോ എന്ത് ചെയ്യും? രാത്രിയൊക്കെ ആണെങ്കിൽ നോക്കിയേ, നൈറ്റ് ടൈമില് നമ്മ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മ ഡാർക്ക് കളർ ക്ലോത്ത്, അതായത് സാറിട്ടേക്കുന്ന ക്ലോത്ത് കണ്ട, ഇത് ഭയങ്കര ഡാർക്ക് അല്ലേ? ഇത് രാത്രി നടന്നു പോകുമ്പോ, ഇതിട്ട് ഞാൻ രാത്രി നടന്നു പോകുമ്പോ ബാക്കിൽ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നെ തിരിച്ചറിയാൻ പറ്റും? ഇല്ല അല്ലെ? ഡാർക്ക് ക്ലോത്ത് ഇട്ടാല് ഇരുട്ടിന്റെ ഒപ്പം ഞാനും പെടും. അപ്പം ബാക്കിക്കോട്ട് ഒരു വണ്ടി വരണുണ്ടെങ്കിലോ ലോറി വരണുണ്ടെങ്കിലോ എന്നെ ഇടിച്ചിടും. അതൊരു ലോജിക്കായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? ലൈറ്റ് ക്ലോത്ത് എന്ത് ചെയ്യണം? എപ്പോഴും ഉപയോഗിക്കണം. വെള്ള, മഞ്ഞ, അങ്ങനെയൊക്കെ ലൈറ്റ് കളേഴ്സ് ഇല്ലടാ, അതെന്ത് ചെയ്യുക? എപ്പോഴും രാത്രി നടക്കുമ്പോൾ ഉപയോഗിക്കുക. ഡാർക്ക് കളർ ഉപയോഗിക്കണം എന്താണ്? നമുക്ക് അപകടം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ പറയണം എന്താണ്? ഡാർക്ക് കളേർഡ് ക്ലോത്ത് അറ്റ് നൈറ്റ് ഇൻ കണ്ടീഷൻ വിത്ത് ഡിം ലൈറ്റ്. അത് സൂക്ഷിക്കണം കേട്ടോ. അതായത് ഒന്ന് റോട്ടിൽ ലൈറ്റ് കുറവാണ്, അങ്ങനെ ലൈറ്റ് കുറയുമ്പോൾ ഇരുട്ട് കൂടും. ആ ഇരുട്ടത്ത് നമ്മ ഓൾറെഡി ഡാർക്കും കൊണ്ടുവന്നാലോ ബാക്കിലുള്ള ആർക്കും ഒന്നും കാണില്ല, നമ്മളെ കാണൂല, കാറിനൊക്കെ ഒന്ന് ഇടിച്ചിട്ട് പോകും. അതെന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാ? ലൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്യുക. അപ്പൊ നോക്കിയടാ, സ്കൂൾ അതോറിറ്റീസ് ഡിസൈഡ് ചൂസ് എ ഡാർക്ക് കളർ യൂണിഫോം ഫോർ യുവർ സ്കൂൾ. റെക്കോർഡ് റെസ്പോൺസ്. അതായത് സ്കൂള് എന്ത് ചെയ്ത് വിചാരിച്ച് ഡാർക്ക് കളർ യൂണിഫോം ആക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഡാർക്ക് ആക്കാൻ പാടില്ല, ലൈറ്റ് ആക്കണം. അതിന് കാരണം എന്താണ്? ഡിം ലൈറ്റില് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ കേൾക്കാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിയാൽ മതി. ഡിം ലൈറ്റില്
ഡിം ലൈറ്റിൽ ഡാർക്ക് യൂണിഫോം എന്ത് പറ്റും? എന്താടാ എന്തെഴുതും? നമ്മ ഡിഫിക്കൽട്ടി എന്ന് എഴുതാം. ഡിഫിക്കൾട്ട് അറ്റ് നൈറ്റ്. നോക്കിയടാ, ഡിം ലൈറ്റ് ഡാർക്ക് യൂണിഫോം. ലൈറ്റ് കുറവാണ്, അപ്പൊ ഇരുട്ടായിരിക്കില്ലേ, അവിടെ ഡാർക്ക് യൂണിഫോം ഇട്ട് എന്ത് പറ്റും? ഡിഫിക്കൾട്ട് അറ്റ് നൈറ്റ് ടു ഐഡന്റിഫൈ. അതായത് രാത്രി അവിടെ ഒരാളുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മ ജസ്റ്റ് ഒന്ന് വാല്യൂസ് എഴുതിയാൽ മതി. എന്നിട്ട് ലൈറ്റ് കളർ യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡാർക്ക് കളർ ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും രാത്രികളിൽ. അതൊരു ആക്സിഡന്റിനൊക്കെ ബാധിക്കും. നമുക്ക് എഴുതി വെച്ചാൽ കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ വരാം. എന്നിട്ടാണ് റോഡിന്റെ വലത്ത് കൂടാണോ ഇടത്ത് കൂടെയാണോ നടക്കേണ്ടത്? അതുപോലെ തന്നെ ഫുട്പാത്ത് ഉള്ളതിൽ ഫുട്പാത്തിൽ കൂടെ തന്നെ നടക്കണം. ഇതൊക്കെ നമ്മുടെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സാധാരണ ജീവിതത്തിൽ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഒന്ന് ആലോചിച്ച് എഴുതിയാൽ മാത്രം മതിയോ കേട്ടോ. ഓക്കെ എടാ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നുണ്ടേ. അതെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കറണ്ട് വെച്ച് നോക്കണം. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒബ്സർവ് ദ ട്രാഫിക് സൈൻ ഗിവൺ ബിലോ. ഇതാണ് ട്രാഫിക് സൈൻ കേട്ടാ. ഈ ട്രാഫിക് സൈൻ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ആൻസർ അങ്ങോട്ട് ചെയ്താൽ മതി. നോക്കിയടാ, ഇറ്റ് ഈസ് എ കോഷണറി സൈൻ ആണോ? അല്ല. ഇറ്റ് ഈസ് എ മാൻഡറ്റോറി സൈൻ. യെസ്, നിർബന്ധമായും പാലിക്കേണ്ട ഒരു സാധനമാണ് മാൻഡറ്റോറി. ഇവിടെ എന്താണ്? പാടില്ല. സർക്കിളിന്റെ ഉള്ളില് ഉള്ള എന്താണ്? മാൻഡറ്റോറി ആണ്, നിർബന്ധം. അപ്പൊ അത് കറക്റ്റ് ആണ്, മാൻഡറ്റോറി സൈൻ ആണ്. ഇനി ഇൻഡിക്കേറ്റ്സ് നോ ബൈസിക്കിൾ. കറക്റ്റ് അല്ലേ? ബൈസിക്കിൾ കാണിച്ചിട്ടല്ലേ വെട്ടിട്ടേക്കണത്? ബൈസിക്കിൾ അനുവദിക്കില്ല. ഇൻഡിക്കേറ്റ്സ് നോ പാർക്കിംഗ്. നോ പാർക്കിംഗ് ആണോ? അല്ല. നോ പാർക്കിംഗ് എങ്ങനെയാണ്? ഇങ്ങനത്തെ ഒരു സൈൻ അല്ലേ? അതാണ് നോ പാർക്കിംഗ്. അപ്പോ ബേസിക്കലി എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അത് നോക്കിയടാ, 2 and 3 എവിടെ കൊടുക്കണം? എ ആണ് ആൻസർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇവിടെ 1ഉം 4ഉം 3ഉം 4ഉം ഇതൊക്കെ തെറ്റാണ്. കാരണം എന്താണ്? അതൊരു മാൻഡറ്റോറി സൈനും ആണ്. എന്താണ്? നോ ബൈസിക്കിളും ആണ്. അത് കറക്റ്റ് പറയണം എന്താണ്? ഓപ്ഷൻ എ ആണ്. 2 and 3. ഓക്കെ അല്ലേ മക്കളെ? ഇതുവരെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് എന്താണ്? ഗ്രാഫ് ക്വസ്റ്റ്യൻ ഗ്രാഫ് എടുത്ത് എഴുതാൻ അറിയാന്നുള്ളത്. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിൽ ടൈമും വെലോസിറ്റി. ആദ്യം വെലോസിറ്റി ആണോ എന്താടാ ഇവിടെ വെലോസിറ്റി ആണോ കൊടുത്തേക്കണെന്ന് മര്യാദക്ക് നോക്കണം. വെലോസിറ്റിയും കൊടുക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, പൊസിഷൻ കൊടുക്കാം. അത് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ഗ്രാഫ് നോക്കാനായിട്ട് കേട്ടാ. ഇതൊക്കെയാണ് ഗ്രാഫ് റീഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. പിന്നെ അതിൽ ഇങ്ങനത്തെ അതുപോലെ തന്നെ ഈ ഗ്രാഫുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വേറെന്താണ്? വേറെന്ന് വെച്ചാൽ ഇക്വേഷൻ ഓഫ് മോഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി ഈക്വൽ ടു എന്താണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൊരു 3 ക്വസ്റ്റ്യൻ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താടാ? ആദ്യം അതിൽ യു വി കണ്ടുപിടിക്കാനുള്ള നമ്മുടെ കഴിവ്. പിക്ചറൈസ് ചെയ്യുക. ഞാൻ എല്ലാം പിക്ചർ വെച്ചിട്ടില്ല. പിക്ചർ ചെയ്യുക, അതിൽ നിന്ന് എല്ലാം എടുത്ത് എഴുതുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ആപ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെങ്കിൽ എന്ത് ചെയ്യണോടാ? ഏനാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഏനെ ഒറ്റക്ക് നിർത്തിയിട്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് കയറണം. ഇതൊക്കെ വി മൈനസ് യു ബൈ ടി ഈക്വൽ ടു എന്താണ്? എന്ന് വരും. കണ്ട, ഏനെ ഒറ്റക്ക് നിർത്തണം. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ ഇക്വേഷൻ എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ട ആളൊറ്റക്ക് നിർത്തിയിട്ട് ബാക്കി എല്ലാ അപ്പുറത്ത് കൊണ്ടുപോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് കിട്ടും. കാൽക്കുലേഷനിൽ നല്ലോണം ശ്രദ്ധിക്കണം. വെട്ടുമ്പോൾ വെട്ടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയുള്ള നമുക്ക് എന്താ ഇതിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.